എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ജൂലൈ 7-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 7-ാം തീയതി വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു പേജിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അതായത് റിസൾട്ട് വരുന്ന സമയത്താണ് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വരികയുള്ളൂ. അത് വന്ന ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ്, ആപ്ലിക്കേഷൻ നമ്പറിലെ യൂസർ നെയിമാണ്, അത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറും അതുപോലെ നിങ്ങളുടെ ആ ഒരു പാസ്വേഡും അതുപോലെ തന്നെ ആ ഒരു പേജിൽ കാണുന്ന ക്യാപ്ച കോഡ് കൂടി നൽകി. ക്യാപ്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരമാണ്, നിങ്ങൾക്ക് അത് ആ ഒരു പേജിൽ കാണാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റായിട്ട് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷൻ അതുപോലെ ഏത് സ്കൂളിലാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകളും അറിയാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രത്യേകിച്ച് സ്കൂളും കോഴ്സൊന്നും കാണാൻ പറ്റില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് 8-9 തീയതികളിലായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ നടക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അക്കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഫീ പേയ്മെൻറ്റില്ല, ജസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം എവിടെയാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം, അതായത് നിങ്ങൾക്കിപ്പോൾ ഹയർ സെക്കൻഡറിയിലാണോ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലാണോ എവിടെയാണ് എന്നുള്ളത് അനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടുക. രണ്ടിടത്തും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. ഒരു സ്ഥലത്ത് എടുക്കുന്ന സമയത്ത് മറ്റേത് ക്യാൻസൽ ചെയ്യപ്പെടുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.